പേട്രിയാർക്കി സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെയും വളരെ മോശമായിട്ട് ബാധിക്കുന്ന ഒന്നാണ്. അതുൽ സുഭാഷിന്റെ ആത്മഹത്യയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് ഭയങ്കര വിവാദമായി. കാരണം പ്രതിസ്ഥാനത്ത് ഒരു പെണ്ണാണല്ലോ. ആ സ്ത്രീക്കെതിരെ കേസെടുത്ത് ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവർക്ക് കിട്ടണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഏറ്റവും അധികം ആത്മഹത്യ നടക്കുന്നത് പുരുഷന്മാർക്കിടയിലാണ്. അതിന്റെ കാരണങ്ങളെ പറ്റി കാര്യമായ ചർച്ചകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതേപോലെ സ്ത്രീകൾ പ്രതിയാകുമ്പോൾ ചർച്ച നടക്കും. പുരുഷന്മാരുടെ ആത്മഹത്യയും പേട്രിയാർക്കിയും തമ്മിലുള്ള ഒരു ബന്ധത്തെ പറ്റി ഞാൻ പറയാം. സാമ്പത്തികം പലപ്പോഴും പുരുഷന്മാരുടെ ആത്മഹത്യക്ക് കാരണമാകാറുണ്ട്. കാരണം പുരുഷന്മാർ പ്രൊവൈഡേഴ്സ് ആണല്ലോ. അതുപോലെ തന്നെ ആണുങ്ങൾ കരയാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന പുരുഷന്മാർ നട്ടലില്ലാത്തവർ ആണെന്നുള്ള അഭിപ്രായവും പൊതുവെയുണ്ട്. അതുകൊണ്ട് പല പുരുഷന്മാരും എല്ലാം ഉള്ളിലൊതുക്കും. സ്വന്തം മാതാപിതാക്കളോടും ഭാര്യയോടും മക്കളോടും ഒന്നും പറയില്ല. എല്ലാ ബാധ്യതകളും പുരുഷന്മാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു പതിവുണ്ട്. അവസാനം എല്ലാം കൈവിട്ടു പോകുമ്പോൾ ആത്മഹത്യ ചെയ്യും. പല പുരുഷന്മാരും സ്ത്രീകൾ പേട്രിയാർക്കി മൂലം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പറയുമ്പോൾ പുച്ഛിക്കാറുണ്ട്. ഈ പുച്ഛിക്കുന്ന പുരുഷന്മാരും ഇതുമൂലം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് എന്നത് പക്ഷെ അവർ അറിയുന്നില്ല.